ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി സംസാരിക്കുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് വളരെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ 15 വർഷമായി എടത്വ എന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. ഇതിൽ താമസിച്ച് 3 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോവുകയും ഇപ്പോൾ ആകെ വിഷമത്തിലുമാണ്. ഈ വീടൊന്ന് പുതുക്കി പണിയണമെന്ന് വിചാരിക്കുന്നു. ഇതിൽ വാസ്തു സംബന്ധമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തരണം, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് നേരത്തെ പണിഞ്ഞ വീടാണ്. അപ്പോൾ നമ്മൾ പല എപ്പിസോഡിലും പറയുന്നതാണ്, നമുക്ക് കിച്ചൺ വെക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് കിഴക്കുകിഴക്ക് ഭാഗം, അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം. ഈ 3 സ്ഥാനത്തല്ലാതെ നമുക്ക് കിച്ചൺ വരാൻ പാടില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ കഷ്ടകാലത്തിന് ഇതിനകത്ത് കിച്ചൺ വെച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചണ് പറ്റുന്ന ഒരു സ്ഥാനമേ അല്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂജാമുറി സെറ്റ് ചെയ്യാം. അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് അവിടെ ടോയ്ലറ്റോ അല്ലെങ്കിൽ കിച്ചണോ അല്ലെങ്കിൽ വർക്ക് ഏരിയയോ വരാൻ പാടില്ല. അപ്പം ഈ ഒരു ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് ദുരിതം വിട്ടു മാറില്ല എന്ന് പറയും. ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അവരെ വന്നുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കാം, ചിലപ്പം കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവർ ഈ കിച്ചൺ ഇവിടുന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർക്ക് കിഴക്കുകിഴക്ക് ഭാഗത്ത് ചെയ്യാം, അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം. കാരണം തെക്ക് കിഴക്ക് ഭാഗത്തും കിഴക്കുകിഴക്ക് ഭാഗത്തും ഇവർക്ക് ഓൾറെഡി ഫില്ലാണ്. അപ്പോൾ ആകെ സ്പേസ് ഉള്ളത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമാണ്. എന്നിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്ന കിച്ചൺ ഇവർക്ക് വേണമെങ്കിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് പ്ലാൻ ചെയ്യാം. കാരണം അതിൻ്റെ സ്ലാബൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അത് ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതാണ്. അതുപോലെ നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ കിഴക്കുകിഴക്ക് മൂലയും വസ്തുവിൻ്റെ കിഴക്കുകിഴക്ക് മൂലയും ഒരു വര വരച്ചാൽ ആ വര മുറിയുന്ന രീതിയിൽ കിണർ വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കും ഈശാനുരേഖ കട്ട് ചെയ്തിട്ടാണ് കിണർ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇവർക്ക് പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവർക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവരൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ മതിൽ കെട്ടി കിണറിനെ പുറത്താക്കുക, അല്ലെങ്കിൽ ഈശാനുരേഖ മുറിയാത്ത രീതിയിൽ അത് മതിൽ കെട്ടി കറക്റ്റ് ചെയ്യുക. കാരണം കിഴക്കുകിഴക്ക് ഭാഗത്ത് കിണർ വരുന്ന ഐശ്വര്യമാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ കിഴക്കുകിഴക്ക് ഭാഗത്ത് കിണർ വരുമ്പം അത് ഈശാനുരേഖ കട്ട് ചെയ്താൽ അത് ഐശ്വര്യത്തേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും നമുക്കുണ്ടാക്കുക. മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുമ്പോൾ ഇതിനകത്ത് ചുറ്റളവ് കൃത്യമായിരിക്കണം. ഓൾറെഡി ഇതിനകത്ത് ചുറ്റളവെന്ന് പറഞ്ഞാൽ വാർദ്ധക്യ ചുറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുറ്റളവ് 122 സെൻറ്റിമീറ്ററോട് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്കാവും. അത് കുറയാൻ പാടില്ല. ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. 120 എന്നുള്ളതോ 122 അല്ല 125 വരെ ആയാൽ പോലും കുഴപ്പമില്ല. പക്ഷേ കുറയാൻ പാടില്ല. കാരണം ഇതിനകത്ത് ഇപ്പം നിൽക്കുന്ന ചുറ്റളവ് മോശമായതുകൊണ്ട് ഇതിനകത്ത് താമസിക്കുമ്പോൾ മോശം അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ചുറ്റളവ് കൃത്യമാക്കും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ഊർജ്ജം അവർക്ക് കിട്ടും. അതുപോലെ മുകൾ നിലയിലായിട്ടൊരു മുറി പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷന് മുകൾ നിലയിലായിട്ടൊരു മുറി പ്ലാൻ ചെയ്യണം. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവരൊരു സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് പോർഷനും തെക്ക് പടിഞ്ഞാറ് പോർഷനും ഇവരൊരു മുറിയായിട്ട് എടുക്കുക. അതിൻ്റെ സെൻട്രൽ ഭാഗം വേണം ഇവർക്കൊരു ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ബ്രഹ്മസൂത്രം ടോയ്ലറ്റ് വരാതിരിക്കത്തക്കോണം വേണം ഇവർ പ്ലാൻ ചെയ്യുവാനായിട്ട്. അതേപോലെ കിഴക്കുകിഴക്ക് ഭാഗത്തായിട്ട് ഇവർക്കൊരു ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുക്കുക. കാരണം വെച്ചാൽ കിഴക്കുകിഴക്ക് ഭാഗത്ത് അത്രയും ഒരു ഓപ്പൺ ഏരിയ കൊടുക്കുന്ന എപ്പോഴും വീടിൻ്റെ വാസ്തുവിൻ്റെ ബലം കൂട്ടുന്നതിന് അത് കാരണമാണ്. അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദോഷമുള്ള സ്ഥലമാണ്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക. അതുപോലെ ഗേറ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് വരെയുള്ള സ്പേസ് എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കിയിട്ട് കിഴക്കുകിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ കിഴക്കുകിഴക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് മതിലൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് മതിലൂടെ കെട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ വീടിന് കൃത്യമായിട്ടുള്ള വാസ്തുവിൻ്റെ ബലം കിട്ടും. അതുപോലെ കിണറിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അത്യാവശ്യമായിട്ട് ഇവർ ക്ലിയർ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല. വീടിന് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. കാരണം ഈ ഒരു വിഷയങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. കാരണം പലപ്പോഴും കിണർ ചെയ്യാൻ പറയുമ്പോൾ പലർക്കും പറ്റുന്നതാണ്. കാരണം കിഴക്കുകിഴക്ക് ഭാഗത്ത് ചെയ്യുന്നതാണ് നല്ലതെന്ന് നമ്മളെപ്പോഴും പറയുമ്പോൾ കിഴക്കുകിഴക്ക് ഭാഗത്തായിട്ട് കുഴിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ, കാരണം ചില ഈശാൻ്റെ കട്ട് ചെയ്യാൻ പാടില്ല, കിഴക്ക് ഭാഗത്തായിട്ട് ചെയ്യാം പക്ഷേ ബ്രഹ്മസൂത്രം കട്ടാവാൻ പാടില്ല, വടക്ക് ഭാഗത്ത് ചെയ്യാം ബ്രഹ്മസൂത്രം കട്ടാവാൻ പാടില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഏരിയ ഉള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കട്ടാവില്ല. ചിലപ്പോൾ ഒരു 10 സെൻറ്റിലോ 20 സെൻറ്റിലോ ചെയ്യുമ്പോൾ ഓരോ ദിക്കും വളരെ ചെറുതായിരിക്കും.
അപ്പോൾ അതിനകത്ത് പ്ലാൻ ചെയ്യുമ്പോൾ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം കിണർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ സ്ഥാനം നോക്കുമ്പോഴും അറിയാവുന്ന ആരെങ്കിലും വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ദോഷഫലങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ കിഴക്ക് ഭാഗത്ത് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് കെട്ടിത്തിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ അവസാനം നമ്മൾ കിണർ മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകില്ലേ. അപ്പം ഇതാദ്യമേ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പരിഹാരം നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതുമായിട്ട് ഒരു വിധത്തിലുള്ള ദോഷങ്ങളും ഇവരെ പിന്നീട് ബാധിക്കില്ല. അപ്പോൾ ഇദ്ദേഹം തന്നെ ഈ ഒരു വിഷയം സോൾവ് ചെയ്യുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. നമ്മൾ പല അധ്യായങ്ങളിലും പറയാറുണ്ട്, വീട്ടിലേക്ക് വരുന്ന എനർജി കട്ടാവുന്ന രീതിയിൽ മറ്റൊരു ബിൽഡിംഗ് വീടിനേക്കാൾ ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് വാസ്തുപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ജസ്റ്റ് വീടിന് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അത് ഈ വീടിനേക്കാൾ ഹൈറ്റിലാണ്, അങ്ങനെ ഒരു വീട് ഓപ്പോസിറ്റ് വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് വാസ്തുപരമായ പ്രശ്നമുണ്ടാകുന്നു? ഇല്ല, അത് എന്താ അറിയുമോ, ചില ആൾക്കാരുടെ വിചാരിച്ചാൽ ഇപ്പം എനർജി പരമായിട്ട് എന്തെങ്കിലും തടസ്സം വരുമോ എന്നുള്ളതാണ്. എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്, വാതിലിൻ്റെ നേരെ വേറൊരു ഡോറ് വരുന്നു അങ്ങനെ പറഞ്ഞ് വിളിക്കാറുണ്ട്. നമ്മുടെ ഒരു വീട് നിൽക്കുന്നു, അത് കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്നു വെച്ചു. ആ കിഴക്കോട്ട് ദർശനമായ വീടിൻ്റെ കിഴക്കോടൊക്കെ ഭാഗത്തായിട്ട് വലിയൊരു ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാകും. കാരണം വെച്ചാൽ രാവിലെ സൂര്യപ്രകാശം വീടിനകത്ത് കയറണം, അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഊർജ്ജം വീടിനകത്ത് കയറണം എന്നുള്ളത് കൊണ്ടാണ് കിഴക്കോട്ട് ദർശനമായിട്ട് വീട് വെക്കാൻ പറയുന്നത്. കാരണം എല്ലാ ആൾക്കാരുടെയും വീട് നമുക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ റോഡ് ലെവൽ എങ്ങോട്ടാണോ, ചിലപ്പം തെക്കോട്ടായിരിക്കാം റോഡ്, ചിലപ്പം പടിഞ്ഞാറോട്ടായിരിക്കാം, ചിലപ്പം വടക്കോട്ടായിരിക്കാം. അപ്പോൾ റോഡിൻ്റെ ദർശനം എങ്ങോട്ടാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ വീട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ചാൽ നമുക്ക് ഈസ്റ്റ് ഭാഗത്ത് മാക്സിമം എനർജി വീടിനകത്ത് കടന്നു വരത്തക്കൊണ്ടുള്ള വാതിലുകളോ ജനലുകളോ ഒക്കെ നമുക്ക് അതിനകത്ത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് മാറ്റാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ബിൽഡിംഗ് അതിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് എനർജി ഫ്ലോ തടസ്സപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ വീടിനകത്ത് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ എനർജൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടുന്ന സാധനങ്ങളുണ്ട്, പ്ലാന്റുകളുണ്ട്, ബില്ലുകളുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്തിട്ട് നമുക്ക് വീടിനകം നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ പല വീടുകളും പല വാതിലും ജനലും ഒന്നും മിക്കവാറും തുറക്കാറേ ഇല്ല. അപ്പോൾ ചില മുറിയിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് നമുക്ക് എനർജിയേ കാണില്ല. കാരണം എയർ കെട്ടിക്കിടക്കുന്ന നമുക്ക് ബോഡിയെ തന്നെ ഫീൽ ചെയ്യും, കാരണം ആ ചൂടും ആ ഒരു കാലാവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബെല്ലുകളോ ചെറിയ പ്ലാന്റ് വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കും. ഒരുപാട് പ്ലാന്റുകൾ കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പം അത് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനത്ത് നമുക്കത് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദവും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ വീടിനകത്ത് നമ്മൾ ചില പ്രത്യേകതരം ബെല്ലുകളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് വീടിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന എനർജി നമുക്ക് പുറന്തള്ളാൻ കഴിയും. കാരണം വലിയൊരു കുളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്ന് വെച്ചു, അതിന് നടുക്കായിട്ട് നമ്മളൊരു കല്ലെടുത്തിറങ്ങിയാൽ ഒരു 4 സൈഡിലോട്ട് ഓളം തന്നില്ലേ എന്ന് പറഞ്ഞാൽ വീടിനകത്തൊരു ബെല്ലിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ സൗണ്ടോ അല്ലെങ്കിൽ എനർജിയോ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇതിനകത്ത് കെട്ടിക്കിടക്കുന്ന എനർജി 4 സൈഡിൽ സ്പ്രെഡ് ചെയ്തു പോകും. അപ്പം ഇതിനകത്ത് ഫ്രണ്ടിലോ അല്ലെങ്കിൽ എനർജി തടസ്സപ്പെടുത്തി ഒരു ഫ്ലാറ്റോ വീടോ വന്നെന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അത് വീടിൻ്റെ അകത്തുകൂടെ നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ മറന്നുപോയ അധ്യായം നിങ്ങൾക്ക് യൂട്യൂബിൽ സന്ദർശിക്കാനുള്ള അവസരം ഇപ്പോൾ നിലവിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായം വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം.